ചെറിയൊരു കൃഷിയാണ് കേട്ടോ കൂർക്ക. അപ്പോൾ ഇതിൽ പുല്ലൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂർക്ക അറിയണവർക്ക് അതിൻ്റെ ഇലയൊക്കെ കണ്ടാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടെ നട്ടിട്ടുള്ളതൊക്കെ കൂർക്കയാണ്, പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പുല്ല് വന്നതുകൊണ്ട് നമുക്ക് കൂർക്ക അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കത് കുറച്ച് കൂർക്ക പറിച്ച് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതേപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെങ്ങനെയാണ് നട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ വളം കാര്യങ്ങളൊക്കെ ഇടണേന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ അമ്മയും അമ്മാമ്മയും കൂടിയിട്ട് ചെയ്തതാണ് കൂർക്ക. ഇതെല്ലാം കൂർക്ക തന്നെയാണ്, പക്ഷെ നമുക്കത് പുല്ലാണ് കാണുള്ളൂ. കൂടുതലും പുല്ല് പറിച്ചിട്ടൊക്കെ വേണം നമ്മളിത് കൂർക്ക പറിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാം കേട്ടോ. ചെറിയൊരു വ്ളോഗായിട്ട് ഞാനത് പറഞ്ഞു തരാം. ഇത് ഞങ്ങളുടെ പറമ്പൊന്നുമല്ല കേട്ടോ, വേറെ ആരുടെ പറമ്പിൽ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മളത് പാതി അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ പാടത്ത് കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ ഈ കൊല്ലം നമുക്കത് കുറവാണ്. ഇതിനും കൂടുതൽ കൃഷി ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ കുറേ പേർക്ക് നമ്മൾ കൊടുക്കാറുമുണ്ട് കേട്ടോ. അവിടെ പാടത്ത് നമ്മൾ നട്ട കൂർക്ക നമ്മൾ പറിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ അല്ലേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. കൂർക്ക നമ്മൾ പറമ്പ് കൂർക്കയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക പറിക്കണ സമയമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാൻ വന്നതാണ്, കൂർക്ക ആയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് നടന്നതും അതിൻ്റെ വളം കാര്യങ്ങളും, അല്ലെങ്കിൽ എത്ര നാൾ കൂടുമ്പോഴാണ് ഇതിന് കളച്ച് മണ്ണ് അങ്ങനത്തെ കാര്യങ്ങളും, അതൊക്കെ ഞാൻ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ഒരു അമ്മയുണ്ട്. അവർ രണ്ടാളും കൂടിയിട്ടാണ് നടന്നത്. ഞാനിതിപ്പോൾ പറിച്ച് നോക്കണമായിരുന്നു. ഞാൻ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല, ഞാൻ അപ്പോൾ അത് പറിക്കണത് കാണാനും കൂടി വന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ.